മാസപ്പടി കേസിലെ ഇഡി നടപടി പരാമർശിക്കാതെ ബി.ജെ.പി. യു.ഡി.എഫ് എംപിമാരിൽ മാത്രം വിമർശനമൊതുക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനത്തിന് തുടക്കം. കേരളത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ യു.ഡി.എഫ് പാർലമെന്റ് അംഗങ്ങൾ തയ്യാറാകുന്നില്ലെന്നും എൽ.ഡി.എഫ് എംപിമാർ മാത്രമേ ഇതിന് സാധിക്കുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രചരണത്തിനാക്കം കൂട്ടാൻ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും രംഗത്തിറക്കി ഇടതുമുന്നണി. എന്നാൽ കേന്ദ്രം നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം, പിന്നാലെ എത്തിയ ഇലക്ട്രൽ ബോണ്ട് വിഷയം എന്നിവയൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെല്ലാം പഴയതു തന്നെ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ.ഡി. അറസ്റ്റ് പരാമർശിച്ചെങ്കിലും സംസ്ഥാനത്തെ മാസപ്പടി കേസിലെ ഇ.ഡി. അന്വേഷണം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പോലും എത്തിയില്ല. ഏത് തരത്തിലാണ് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതെന്നാണ് നാം കാണേണ്ടത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ രീതിയിൽ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ്. ഇവിടെ ഇതിനെതിരെയാണ് ലോകരാഷ്ട്രങ്ങളുടെ അടക്കം പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള യു.ഡി.എഫ് എംപിമാർ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലോ കേരളത്തിനോടോ നീതി കാണിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ 5 വർഷക്കാലം കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും വിജയിപ്പിച്ച ശരാശരി കേരളീയന്റെ വികാരത്തോട് നീതി ചെയ്യാൻ ഇവിടുന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലസ്തീൻ വിഷയത്തിൽ നിലപാട് പറയേണ്ടി വന്നാൽ പന്ന്യൻ രവീന്ദ്രൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കില്ലെന്നും ശശി തരൂരിനെ പരോക്ഷ മറുപടി നൽകി മുഖ്യമന്ത്രി പറഞ്ഞു. 20 മണ്ഡലങ്ങളിലായി മുഖ്യമന്ത്രിയുടെ 24 ദിവസത്തെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.